നിങ്ങൾ പിസ്സ കണ്ടുപിടിച്ച കഥ കേട്ടിട്ടുണ്ടോ? 18-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ നേപ്പിൾസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് പാവപ്പെട്ട ദരിദ്രരായ ആളുകൾ കുന്നുകൂടി ജീവിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കഴിക്കാൻ പറ്റുന്ന, അവർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ അന്നത്തെ പാചകക്കാർ ഒലീവ് ഓയിലും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റൗണ്ട് ബ്രെഡിൽ തയ്യാറാക്കി കൊടുത്തിരുന്ന ഒരു ഭക്ഷണമായിരുന്നു പിസ്സ എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് ഇതൊരു ഐക്കോണിക് ഡിഷ് ആവാനായിട്ട് തുടക്കമിട്ടത് ഇദ്ദേഹമാണ്, റാഫേൽ എസ്പാസിത്തോ. ഇദ്ദേഹം ഇറ്റലിയിലെ അന്നത്തെ ക്യൂനായിട്ടുള്ള ക്യൂൻ മാർഗരീറ്റയ്ക്ക് ചില സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇറ്റലിയുടെ ഫ്ലാഗിൻ്റെ ഒരു ആകൃതിയിൽ ഒരു സ്പെഷ്യൽ പിസ്സ ഉണ്ടാക്കി കൊടുത്തു. രാജ്ഞിക്ക് പിസ്സ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ആ പിസ്സയുടെ പേര് പോലും പിസ്സ മാർഗരീറ്റ എന്നായി മാറി. ശേഷം ഒരുപാട് പ്രമുഖരായ ആളുകളൊക്കെ ഈ പിസ്സ ട്രൈ ചെയ്തു. എല്ലാവർക്കും ഈ സ്പെഷ്യൽ പിസ്സ ഇഷ്ടപ്പെട്ടു. തുടർന്ന് ഇറ്റലിയിലേക്ക് വേൾഡ് വാറിന്റെ ഇടയിലൊക്കെ വന്ന അമേരിക്കൻ സോൾജേഴ്സിന് പോലും ഇത് വല്ലാതെ ഇഷ്ടപ്പെടുകയും അവർ ഈ ചേരുവ നേരെ അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെയും പോപ്പുലർ ആക്കുകയൊക്കെ ചെയ്തു. കൂടാതെ ഇറ്റലിയിൽ നിന്ന് അമേരിക്കയിലോട്ട് താമസം മാറിപ്പോയ ഒരുപാട് ആളുകളും അവിടെയും പിസ്സയുടെ ഒരു ഐഡിയോളജി സ്പ്രെഡ് ചെയ്തു. പിസ്സ ബിക്കെയിം റെവല്യൂഷണറി. പിന്നീട് ഡോമിനോസ് പിസ്സ വന്നു, പിസ്സ ഹട്ട് വന്നു. അങ്ങനെ പിസ്സ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ഡിഷായിട്ട് മാറി. അങ്ങനെ ഒരു കാലത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു അന്നം പിന്നീട് ലോകത്തെ ഏറ്റവും പോപ്പുലറായ ഡിഷുകളിൽ ഒന്നായിട്ട് മാറി എന്നുള്ളതാണ്.